വാക്യങ്ങൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു കർത്താവിൻ്റെ ബിട്രയൽ ആണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇന്ന് സ്വർഗാരോഹണ നാളാണ് ആയിട്ട് ആചരിക്കപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കഷ്ടം സഹിച്ചതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതുപോലെ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നു. 31 മുതലുള്ള വാക്യങ്ങളിൽ യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കലിടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു താളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. അനന്തരം യേശു അവരുമായി ഗെത്സമൻ എന്ന തോട്ടത്തിൽ വന്നു. ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് വരുവോളം ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. പത്രോസിനെയും സബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്നു കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമായത് അത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്നു. അവൻ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നതായി കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന്, ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളുവിൻ, നാഴികയെടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പിൻ, നാം പോകാ, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിലൊരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടിയുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആവും, അവനെ പിടിച്ചുകൊള്ളുവീൻ എന്നവർക്കൊരു അടയാളം കൊടുത്തിരുന്നു. ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. റബി, വന്ദനമെന്ന് പറഞ്ഞവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യമെന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ചു അവനെ പിടിച്ചു. അപ്പോൾ യേശുവിനോടുകൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്തു. യേശു അവനോട്, വാളുറയിലിടുക, വാളെടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗിയോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരിയെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുമോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു. ആ നാഴികയിൽ യേശു പുരുഷാരത്തോട്, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങളെന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ട് നിങ്ങളെന്നെ പിടിച്ചില്ല. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇത് നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ത്യാഗപരമായിട്ടുള്ള അനുഭവവും ഗെത്സമനയുടെ അനുഭവത്തിൽ 3 പ്രാവശ്യം ഇതൊന്ന് മാറിപ്പോകാൻ പോലും കർത്താവ് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ജഡം ശരീരം ബലമാണ്, പാപത്തിലകപ്പെടും. പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കർത്താവിനെ ഒറ്റിക്കൊടുക്കും. ഇവിടെ കാണുന്നത് ആ ഗെത്സമനയുടെ അനുഭവത്തിൽ എല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോവുകയാണ്. കർത്താവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, എനിക്ക് ലഗ്യോനേക്കാളും അധികം ദൂതന്മാരെ പിതാവായ ദൈവത്തോട് ഞാൻ അപേക്ഷിച്ച് എനിക്ക് തരും, പക്ഷേ ഇത് സംഭവിപ്പാനുള്ളത്, ഇങ്ങനെ സംഭവിക്കണമെന്നുള്ളത് പ്രവചനമാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടണമെന്നുള്ളത് ദൈവിക പ്രവചനമാണ്. അത് സാധ്യമായേ തീരും. അതുകൊണ്ട് ഈ പ്രവചന നിവൃത്തിയിൽ യേശു കർത്താവിനോടുകൂടി ശിഷ്യന്മാർ
ഒരു ശിഷ്യനെ ഒറ്റിക്കൊടുത്തു. മറ്റേ ശിഷ്യന്മാർ എല്ലാവരും വിട്ടുപോയി. അതുകൊണ്ട് ഇതിൻ്റെ മധ്യത്തിൽ ശിഷ്യഗണങ്ങളായിരിക്കുന്ന ഞാനും നിങ്ങളും കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയോടെ നിലനിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപയായിരിക്കണം. സ്വർഗാരോഹണം ചെയ്ത കർത്താവിൻ്റെ ശക്തി ഭൂമിയിലേക്ക് അയച്ച ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത്ഭുതകരമായി ഇന്ന് നൽകണമേ. ഭവനത്തിന് നൽകണമേ, ശാന്തി നൽകണമേ, സമാധാനം നൽകണമേ. പ്രവചന നിവൃത്തിയുടെ ഭാഗമായി തീരുമ്പോൾ കർത്താവെ, അത് പൂർണ്ണമാക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രവർത്തിച്ചുകൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.